ഹലോ, ചിന്നൂസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 ബ്രെഡിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് അല്പം ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. ഒരു സൈഡ് മാത്രം. ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. ഒരു ബൗളിൽ 2 മുട്ട നമ്മൾ അതിൻ്റെ മിക്സിങ് ശരിയാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇത് അല്ലെങ്കിൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. അവരവർ ഇഷ്ടം പോലെ ചെയ്യാം. അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഈ നല്ലപോലെ ഈ മുട്ടയൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ഈ മുട്ട അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വട്ടത്തിൽ എല്ലാ ഭാഗത്തോട്ടും നമുക്കൊന്ന് ആക്കി ചെറിയ തീയിൽ നിന്ന് വെക്കാം. ബ്രെഡ് നമുക്കിനി അതിലോട്ട് വെച്ച് കൊടുക്കാം. മുട്ട അങ്ങ് വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തേച്ച ഭാഗം നമുക്ക് മുകളിലായിട്ട് നിൽക്കണം. അതുപോലെ നമുക്ക് മുട്ടയുടെ നടുഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ അധികമായിട്ട് ബ്രെഡിൻ്റെ വെളിയിലോട്ട് കിടക്കുന്ന മുട്ട നമുക്കിങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ബ്രെഡ് മടക്കി വെച്ച് കൊടുക്കാം. ബ്രെഡ് ആയിട്ടുണ്ട്. നമുക്കിനി അതങ്ങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതിനെ മുറിച്ച് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ബ്രെഡ് ഓംലെറ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.